الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم إلى حضرة حبيبنا المصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير أجمعين وإلى حضرات جميع أموات المسلمين وإلى حضرات مشايخنا وساداتنا وإلى حضرات من ماتوا منا ومن ماتوا من أهل هذا البلد يا رب العالمين. اللهم إلى حضرة القاضي وإلى حضرة شيخنا المرحوم خاصة واجمع بيننا وبينهم في دار الأمان. اللهم بارك لنا فيما أعطيتنا في جميع أمورنا في أمرنا هذا يا رب العالمين برحمتك يا أرحم الراحمين. صلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. ബഹുമാനികളെ, ഇന്ന് നമുക്ക് മയ്യത്ത് പരിപാലനത്തിൻ്റെ 4ാം ഭാഗം, അതേപോലെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങൾ, മറ്റ് പാണക്കാട് സയ്യിദുമാർ, ഇവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു അനുസ്മരണവും ദുആവും അതുകൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് നമ്മൾ പരിപാടി ഒരുക്കിയിട്ടുള്ളത്. സർവശക്തനായ അള്ളാഹു അവരുടെ എല്ലാം ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മയെല്ലാം അള്ളാഹു ഇരു വീട്ടിലും വിജയിപ്പിച്ചു തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യത്തിലും ബർക്കത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിൽ ബർക്കത്ത് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജോലിയിലും നമ്മുടെ ഇടപാടുകളിലുമെല്ലാം അള്ളാഹു തആല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഷഅബാനിലാണ് അഭിവന്ദരായ ഹൈദർ അലി ശിഹാബ് തങ്ങളും അഭിവന്ദരായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളൊക്കെ വഫാത്താവുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങൾ റജബിലാണ് വഫാത്താവുന്നത്. എല്ലാം കൂടി വരുമ്പോൾ അവരെയൊക്കെ സ്മരിക്കലും അവരുടെ വാപ്പമാരെ സ്മരിക്കലുമൊക്കെയാണ്, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ സദസ്സൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. കേരളീയ മുസ്ലിംകളിൽ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾക്ക് ശേഷം കേരളീയ മുസ്ലിങ്ങളുടെ ആത്മീയ, രാഷ്ട്രീയ, സാമൂഹിക രംഗങ്ങളിലെ നേതൃത്വമായി പരിലസിക്കുന്ന ഒരു മഹത്തായ കുടുംബമാണ് പാണക്കാട് സയ്യിദ് കുടുംബം. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരും മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ പുലർത്തുന്നവരും, അതേപോലെ തന്നെ കർമ്മശാസ്ത്രപരമായ ശാഖാവിഷയങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്നവരൊക്കെ ഉണ്ടാകുമെങ്കിലും എല്ലാവരും ബഹുമാനപ്പെട്ട
പാണക്കാട് കുടുംബത്തിൻ്റെ ആ നേതൃത്വത്തെ അംഗീകരിക്കുന്നു എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലു ബൈത്തിനെ ഈ ഭൂമിയിലേക്ക് ഇട്ടേച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഞാൻ ബാക്കി വെക്കുന്നത് എൻ്റെ കുടുംബത്തെയാണ്. ആ കുടുംബം നമുക്ക് നേതൃത്വമാണ്, ഒരു ബറക്കത്താണ്. ഒരു നാട്ടിൽ തങ്ങൾ കുടുംബം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തങ്ങൾ കുടുംബം ഒരു നാടിന് ബറക്കത്താണ്. തങ്ങൾ കുടുംബത്തെ തങ്ങളുടെ ചെറിയ മക്കളെ പോലെയാണെങ്കിൽ, മക്കൾ പോലെ ചെറുതാണെങ്കിൽ പോലും ആ മക്കളെയൊക്കെ ബഹുമാനിക്കുക, ആദരവോടുകൂടെ അവരോട് ഇടപഴകുക എന്നത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. അത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ, അവിടത്തോടുള്ള ആദരവിൻ്റെ ഭാഗമാണ്. മഹാനായ പാണക്കാട് സയ്യിദുമാർ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് സംഭവങ്ങളും പാണക്കാട് സയ്യിദന്മാരുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് ഇവർക്കൊക്കെ വലിയ പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്ന് ചോദിച്ചാൽ, അവർ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരമക്കളാണ് എന്നതിന് പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക ഒരു ലീഡർഷിപ്പിൻ്റെ, ഒരു നായകത്വത്തിൻ്റെ പദവി കൂടി ആ കുടുംബത്തിന് അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്നതാണ് സത്യം. അത് പരമ്പരാഗതമായി തുടർന്നു വരുന്നതും കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായ വലിയ ആശയും വലിയ അത്താണിയുമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, യാതൊരു സംശയവുമില്ല. അഭിമന്യരായ പാണക്കാട് സയ്യിദുമാർ എങ്ങനെയാണ് കേരളത്തിൽ പ്രസിദ്ധപ്പെട്ടത് എന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പുറത്തിറക്കിയ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന ഓർമ്മ പുസ്തകം, ആ ഓർമ്മ പുസ്തകത്തിൽ മൗലാന നജീബ് ഉസ്താദ് തൻ്റെ ഗുരുവര്യരായ താജുൽ ഉലമ സദഖത്തുള്ള മുസ്ലിയാരുടെ ബഹുമാനപ്പെട്ടവരുടെ ചരിത്ര വിവരണത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പദവി നൽകി അനുഗ്രഹിച്ച മഹാനർ. ഒരു സമയം ഈ പാണക്കാട് സയ്യിദന്മാർ എങ്ങനെയുണ്ടായി എന്നതിനെ പറ്റിയിട്ട് വിശദീകരിക്കുന്നത്, ഒരു സമയം പാണക്കാട്ടെ ഒരു കുടുംബത്തിൽ, പാണക്കാട്ടെ കുന്നത്തൊടിക എന്ന വീട്ടിൽ താമസിച്ചിരുന്ന ഒരു പുരാതന കുടുംബം ഒരു ദിവസം പുലർന്നു നോക്കുമ്പോൾ ആ വീട്ടിലാകെ ഭീകരാവസ്ഥ. എല്ലാവരും മങ്ങിങ്ങായി മരിച്ചു നടക്കുന്ന നിലയിലാണ് കാണപ്പെടുന്നത്. എല്ലാവരും മരിച്ചിരിക്കുന്നു. ഒരുത്തർ അടുക്കളയില്, ഒരുത്തര് കട്ടിലില്, ഒരുത്തര് തിണ്ണയില്, അങ്ങനെ ഓരോരുത്തരായി മരിച്ചു കിടക്കുന്നത് കാണുന്നു. ഈ രംഗം കണ്ടപ്പോൾ എല്ലാവരും പരിഭ്രാന്തരായി. എന്തായി സംഭവിച്ചത്? ഇതെങ്ങനെ സംഭവിച്ചു? ഒരാൾക്കും ഒരു ഒത്തുംപിടിയും കിട്ടുന്നില്ല. അക്രമങ്ങൾ നടന്നത് കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അങ്ങനെയാണ് മലപ്പുറത്ത് ഒരു വലിയ തങ്ങൾ സയ്യിദ് മുഹ്ലാർ ശിഹാബുദ്ദീൻ തങ്ങൾ എന്ന ഒരു ഭക്തനായ ഒരു മഹാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഇവർക്ക് ബോധ്യമാവുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇവരെല്ലാവരും കൂടി ചെന്ന് ഈ വിഷയം പറഞ്ഞു. വിഷയം പറഞ്ഞപ്പോൾ തൻ്റെ സമീപത്തുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് തൻ്റെ പുത്രനായ സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇവരെ കൂടെ ചെല്ല്. കയ്യിലൊരു വടിയും കൊടുത്തു. ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ അവിടെ എത്തി. മരിച്ചു കിടക്കുന്നു എന്ന് എല്ലാവരും ധരിച്ചിരിക്കുന്ന, എല്ലാവരും ഇങ്ങനെ കിടന്നിരിക്കുകയാണ്. ആ മരിച്ചു കിടക്കുന്ന ആളെ ബഹുമാനപ്പെട്ട ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ തൻ്റെ വടി കൊണ്ട് ഒരടി കൊടുത്തു എന്നാണ്. അടി കൊടുത്ത സമയം ഒരാൾ എഴുന്നേറ്റു, മറ്റയാൾക്കും കൊടുത്തു. അങ്ങനെ ഓരോരുത്തരും എഴുന്നേറ്റ് അവരെല്ലാവരും എഴുന്നേറ്റ് വന്നു. ആകെ ആഹ്ലാദം എല്ലാവർക്കും. ഈ സമയം ബഹുമാനപ്പെട്ട ഈ വീട്ടുടമ മനം നിറഞ്ഞു സന്തോഷത്തോടുകൂടെ ആ കുടുംബ വീട്, ആ തറവാട് വീട് ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങൾക്ക് സമ്മാനമായി നൽകി.
ആ കുടുംബസമേതം തന്നെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അവിടേക്ക് സ്ഥലം മാറി. അവിടെയാണ് പാണക്കാട് തങ്ങൾ താമസമാക്കിയ പ്രഥമ പാണക്കാട് കുടുംബത്തിന്റെ തറവാട് എന്ന് പറയുന്നത്. ആ ഹുസൈൻ ശിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങളുടെ ആഗമനത്തോടുകൂടെ പാണക്കാട് സജീവമായി. ആ തറവാട് വീടിന്റെ മുന്നിൽ എപ്പോഴും ആളുകൾ, അപാലവൃദ്ധൻ ജനങ്ങൾ വന്നുകൊണ്ടേയിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ടവർക്ക് വലിയ പദവി. ബഹുമാനപ്പെട്ട ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ ഒരു സംഭവം ഇവിടെ വിവരിക്കുകയാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് വെല്ലൂരിലേക്ക് നാട് കടത്തിയത് ബഹുമാനപ്പെട്ട ഹുസൈൻ ആറ്റക്കോയ തങ്ങളെ വെല്ലൂരിലേക്ക് നാട് കടത്തിയത് ചരിത്രപ്രസിദ്ധമായൊരു സംഭവമാണ്. ആ വെല്ലൂരിൽ വെച്ച് തന്നെയാണ് ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നതും അവിടെ വെച്ച് തന്നെയാണ് അവരെ കബറടക്കം ചെയ്തതും. അതിനിടയിൽ മുസ്ലിങ്ങളിൽ, അതേപോലെ തന്നെ മുസ്ലിങ്ങളും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒരു യുദ്ധം നടന്നു. എല്ലാവരും മരിച്ചുപോയി. അതിൽ ഒരാൾ മാത്രം മരിച്ചില്ല. ഒരു പരിക്കും അദ്ദേഹത്തിന് ഏൽക്കുകയും ചെയ്യുന്നില്ല. മുസ്ലിങ്ങളും ബ്രിട്ടീഷുകാരും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ആ യുദ്ധത്തിൽ എല്ലാ മുസ്ലിങ്ങളും മരിച്ചു, ഒരാൾ മാത്രം മരിച്ചില്ല. അദ്ദേഹത്തെ പട്ടാളക്കാർ വിളിച്ച് ബന്ധനസ്ഥനാക്കി അദ്ദേഹത്തോട് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ അയാൾ രഹസ്യം വെളിപ്പെടുത്തി. തന്റെ ശരീരത്തിൽ ഒരു ഉറുക്കുണ്ട്. ആ ഉറുക്ക് തന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളാണ്. ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് ബഹുമാനപ്പെട്ട ഹുസൈൻ ആറ്റക്കോയ തങ്ങളെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. മൂപ്പർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ബഹുമാനപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യാൻ, പക്ഷെ അവിടെയും ചില ഒരു വളരെ അത്ഭുതകരമായ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യാൻ ബഹുമാനപ്പെട്ടവരെ അറിയുന്ന ആർക്കും ധൈര്യം വന്നില്ല. അവസാനം ഒരു മുസ്ലിമായ ഒരു സബ് ഇൻസ്പെക്ടറായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെന്നാണ്. ആ അറസ്റ്റ് ചെയ്ത ആള് പുഴുവരിച്ചുകൊണ്ട് അദ്ദേഹം മരിച്ചുപോയി എന്നും ചരിത്രത്തിൽ, നമുക്ക് പ്രസിദ്ധമായ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത്രയും വലിയ ഒരു മഹാൻ. ആ മഹാൻ വെല്ലൂരിലേക്ക് നാട് കടത്തുന്ന സമയത്ത് നിസ്കരിക്കാൻ സമയമായിട്ടുണ്ട്, വണ്ടി നിർത്തണമെന്ന് പറഞ്ഞ് ആ വണ്ടി സ്വയം നിർത്തിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ നിസ്കരിച്ച സംഭവമൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ, അവരുടെ പരമ്പരയിൽ വന്നവർ. അങ്ങനെ ബഹുമാനപ്പെട്ട PMS പൂക്കോയ തങ്ങൾ, ആ PMS പൂക്കോയ തങ്ങളുടെ മൂത്ത പുത്രനായിട്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജനിക്കുന്നത്. PMS പൂക്കോയ തങ്ങൾ ആ പാണക്കാട് പദവി അനുസരിച്ച് കേരളത്തിലെ പള്ളികൾക്ക് തറക്കല്ലിടുക, പള്ളികളുടെ ഉദ്ഘാടനം നിർവഹിക്കുക, അതേപോലെ തന്നെ മദ്രസകൾക്ക് നേതൃത്വം വഹിക്കുക, ഇങ്ങനെ തുടങ്ങി പല മേഖലകളിലും ബഹുമാനപ്പെട്ടവർ പ്രവർത്തിച്ചു. ചെറുപ്പകാലത്ത് ഏതാണ്ട് 30-35 വയസ്സായപ്പോൾ ബഹുമാനപ്പെട്ട തന്റെ പിതാവ് PMS പൂക്കോയ തങ്ങൾ വഫാത്തായി. ആ വഫാത്തായ സമയത്ത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഈ PMS പൂക്കോയ തങ്ങളുടെ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കണം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിട്ട് മൂപ്പറെ തെരഞ്ഞെടുക്കണം. ഈ പദവിയിലേക്ക് ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി എത്തിയപ്പോ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വീടിന്റെ ഉള്ളിൽ പോയി പൊട്ടി പൊട്ടി കരഞ്ഞു എന്നാണ്. ഞാനിതിന് അർഹനല്ല, എനിക്കതിനാവില്ല, ഞാൻ യോഗ്യനല്ല, എനിക്കതിന് പറ്റുമോ? പക്ഷേ അന്നത്തെ ആലിമീങ്ങൾ, അങ്ങത്തെ ഉമറാക്കൾ, അന്നത്തെ പണ്ഡിതന്മാർ, സയ്യിദന്മാർ എല്ലാവരും ബഹുമാനപ്പെട്ടവരെ പിന്തുണച്ചു. ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ പോലെയുള്ള വലിയ വലിയ മഹാന്മാർ ആ സമയത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആകുന്നു, വിവിധ മഹല്ലുകളുടെ ഖാളിയാവുന്നു, അതേപോലെ തന്നെ വിവിധ മസ്ജിദുകളുടെ, ഫോറങ്ങളുടെ, സംഘങ്ങളുടെ എല്ലാം നേതൃത്വത്തിലേക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അവരോധിക്കപ്പെടുകയാണ്. ആ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ പല ഉദ്ഘാടനത്തിനും പോകും. പല ഉദ്ഘാടനത്തിനും, ജല്ലർ ഉദ്ഘാടനത്തിന് പോകും, ടെക്സ്റ്റൈൽസ് ഉദ്ഘാടനത്തിന് ആളുകൾ കൂട്ടിക്കൊണ്ടുപോകും, പല ആവശ്യങ്ങൾക്കും ആളുകൾ കൂട്ടിക്കൊണ്ടുപോകും. ഒരിക്കൽ തൃശ്ശൂരിൽ ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾക്ക് അവിടെ നിന്നൊരു സമ്മാനമായി, ഒരു ഹദിയയായി 20 പവൻ പൊന്നുകൊടുത്തു എന്നാണ്. കൂടെ കൂടിയിട്ടുണ്ടായിരുന്ന, കാറിലുണ്ടായിരുന്ന അസനാജി എന്ന് പറയുന്ന ഒരു പ്രമുഖ വ്യക്തി, ആ പ്രമുഖ വ്യക്തിക്ക് ഇത് കണ്ടപ്പോൾ തോന്നി, ഇങ്ങനെ 20 പവൻ ഇവിടുന്ന് കിട്ടി, വേറൊരു സ്ഥലത്ത് നിന്ന് ഇത്ര പവന് കിട്ടി, ഇവരൊക്കെ ഒരു ആത്മീയ ചൂഷണമാണോ എന്ന് പോലും അസനാജി എന്ന് ചിന്തിച്ചുപോയി എന്നാണ്. അങ്ങനെ വഴിയിൽ, തിരിച്ചു വരുന്ന വഴിയിൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറഞ്ഞു, എനിക്കിവിടെ ഒരു മരിച്ച വീട്ടിൽ കയറാനുണ്ട്, അവിടെ ഒന്ന് എനിക്കും കയറണം. ബഹുമാനപ്പെട്ട
ഹസ്സനാജിയും തങ്ങളോടൊപ്പം ആ മരിച്ച വീട്ടിൽ കയറി. മരിച്ച വീട്ടിൽ നിന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ ദുആ ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് ഒരു വൃദ്ധയായ വയോധികയായ ഒരു സ്ത്രീ ബഹുമാനപ്പെട്ട തങ്ങളവരുടെ അടുക്കൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകളുടെ കല്യാണം അടുത്ത ദിവസമാണ്, എൻ്റെ അടുത്തൊന്നുമില്ല, ഒരു 25 പവൻ വേണം, പക്ഷെ എൻ്റെ കയ്യിലൊന്നുമില്ല, എന്ത് ചെയ്യണം, തങ്ങളൊന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ താൻ സൂക്ഷിച്ചു വെച്ച, തൻ്റെ കാറിൽ സൂക്ഷിച്ചു വെച്ച ആ സ്വർണത്തിൻ്റെ പെട്ടിയെടുത്ത് ഈ സ്ത്രീക്ക് കൊടുക്കാൻ വേണ്ടി ഡ്രൈവറോട് കൽപ്പിക്കുകയാണ്. ഹസ്സനാജി പറയുന്നു, തങ്ങൾ അത് എത്ര പവനുണ്ട് എന്നൊന്നും നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, തങ്ങളത് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അതിൽ 20 പവനുണ്ടായിരുന്നു. ആ 20 പവനും ആരാരും അറിയാത്തതല്ലെങ്കിൽ സ്വന്തത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, പരിചയമില്ലാത്ത ഒരു സ്ത്രീക്ക് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ എടുത്തു കൊടുക്കുമ്പോൾ ഞാൻ ആ സമയത്ത് ചിന്തിച്ചു, ബഹുമാനപ്പെട്ട തങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിൽ വിചാരിച്ചു പോയ, തെറ്റിദ്ധരിച്ചു പോയ കാര്യങ്ങൾ അതൊക്കെ തെറ്റായിരുന്നല്ലോ എന്ന് അപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെടുന്നത് എന്നാണ്. സ്വയം സമർപ്പിച്ച ഒരു മഹത്തായ ജീവിതമായിരുന്നു ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടേത്. രാത്രി സമയം 12-1 മണിക്കൊക്കെ ചിലപ്പോൾ പല ഉദ്ഘാടനങ്ങളും പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരും. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ ആളുകൾ അപ്പോഴും വീടിൻ്റെ കോലായിൽ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഉറങ്ങാതെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരെ സ്വീകരിക്കുമായിരുന്നു, അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുമായിരുന്നു. ആരാണെങ്കിലും ശരി, ആരുടെ മുമ്പിലും ബഹുമാനപ്പെട്ടവർ കൈമലർത്താറില്ല. എല്ലാവർക്കും ആവശ്യമായത് ദുആ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായം കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരെ സന്തോഷിപ്പിക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. വലിയ സംഭവമാണ് തങ്ങൾ. ഒരു ഓട്ടോറിക്ഷക്കാരൻ നീലകണ്ഠൻ, എല്ലാവരും ഇരിക്കുന്നുണ്ട്. മേശയ്ക്ക് ചുറ്റുമായി ആയിരങ്ങൾ ഇങ്ങനെ തങ്ങളെ കാത്തിരിക്കുന്ന സമയത്താണ് നീലകണ്ഠൻ എന്ന് പറയുന്ന ഒരു കുറിയൊക്കെ തൊട്ടൊരു മനുഷ്യൻ, ഒരു ഹൈന്ദവ സഹോദരൻ വന്നിട്ട് പറയുന്നു, തങ്ങളുപ്പ എൻ്റെ ഓട്ടോറിക്ഷ, ഞാൻ എൻ്റെ വീടും പറമ്പും ഒക്കെ പണയം വെച്ചിട്ടാണ് ഈ ഓട്ടോറിക്ഷ എടുത്തിട്ടുള്ളത്, തങ്ങളെ ഒന്ന് ആ വണ്ടിയിൽ കയറിയിട്ടൊന്ന് അത് ഉദ്ഘാടനം ചെയ്തു തരണം. ആളുകൾക്കിടയിലൂടെ സുസ്മേരവദനായി ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ആ വണ്ടിയിലേക്ക്, ഓട്ടോറിക്ഷയിലേക്ക് കയറിയിരുന്ന് അതിൻ്റെ ഹാൻഡിൽ പിടിച്ച് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ എന്തോ മന്ത്രിക്കുന്നു, ശേഷം അതിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നീലകണ്ഠനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ, അതല്ലെങ്കിൽ ജീവിതത്തിൽ ലഭിക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനവുമായി ആ നീലകണ്ഠൻ തിരിച്ചു പോകുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മതസ്ഥരും എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുത്ത വല്ലാത്തൊരു വലിയ ഒരു മഹത്വമാണ് എന്ന് നമുക്കറിയാം. അത് മാത്രമല്ല, ആത്മീയ രംഗത്താണെങ്കിൽ വലിയ അത്ഭുതം. ചിലപ്പോൾ നല്ല ഭ്രാന്തൊക്കെ പിടിച്ച ആളുകളൊക്കെ അവിടെ അങ്ങോട്ട് വരും, കെട്ടിയിട്ടൊക്കെ ഇട്ട് വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തങ്ങൾ പറയും കെട്ടയച്ചു കൊടുക്കൂ. ആ സമയത്ത് വീട്ടിലൊക്കെ അക്രമം അയച്ചു വിട്ടിരുന്ന ആ ആളുകൾ തങ്ങളുടെ അടുത്ത് ആദരവോടുകൂടെ, അച്ചടക്കത്തോടുകൂടെ, ഭവ്യതയോടുകൂടെ, ഭക്തിയോടുകൂടെ അവിടെ നിൽക്കുന്നത് ആളുകൾ അത്ഭുതത്തോടുകൂടെ നോക്കിക്കണ്ട ഒരുപാട് അവസരങ്ങളുണ്ട്. അതാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അനുജൻ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അവിടെയുള്ള സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, അവരുടെയൊക്കെ തന്നെ മറ്റൊരു തങ്ങളാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങൾ. വലിയ അത്ഭുതങ്ങൾ കാണിച്ച വലിയ വലിയ മഹാന്മാരാണ്. അത് പാരമ്പര്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾ കുടുംബത്തിന് കൊടുത്തതാണ്. അതിങ്ങനെ കൈമാറി ബഹുമാനപ്പെട്ട സയ്യിദ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലൊക്കെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേരളീയ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള, വലിയ ആശയുള്ള, ഒരു ആശാവഹമായൊരു കാര്യമാണ്, സന്തോഷകരമായ കാര്യമാണ്, നമുക്ക് വലിയൊരു സമാധാനമാണ്. അള്ളാഹു ആ നേതൃത്വത്തെ അള്ളാഹു തആല നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ദിക്ർ ചൊല്ലിയിട്ട് ദുആ ചെയ്യണം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ മയ്യത്ത് പരിപാലനത്തിൻ്റെ 4ാം ഭാഗം എന്ന നിലയിൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ, ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ആ കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് മരണം ആസന്നമായാൽ എന്തൊക്കെ ചെയ്യണം? ഞാനത് ഒരു PDF പോലെ എഴുതി വിട്ടിട്ടുണ്ട്. അത് പിന്നെ വായിക്കാം. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ, അത് വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്.
മരണം ആസന്നമായാൽ ഒന്ന് കലിമ ചൊല്ലിക്കൊടുക്കുക. അതേപോലെ തന്നെ വെള്ളം കൊടുക്കുക. വെള്ളം കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോ സംസാരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഖിബിലക്ക് മുന്നിട്ട് കിടത്തുക. അതേപോലെ തന്നെ ഖുർആൻ സൂറത്ത് റാദും സൂറത്ത് യാസീനൊക്കെ അടുത്ത് വെച്ച് ഓതിക്കൊടുക്കുക. തൗബക്ക് പ്രേരിപ്പിക്കുക. അതേപോലെ മിസ്വാക്ക് ചെയ്തു കൊടുക്കുക. അതേപോലെ വുളു ചെയ്തു കൊടുക്കുക. അതേപോലെ ശുചിത്വം പാലിക്കുക. ആ റൂം, ആ അന്തരീക്ഷമൊക്കെ ശുചിത്വമുള്ള ഒരു റൂമാക്കി മാറ്റുക. മറ്റൊന്ന്, മരിച്ച ഉടനെ എന്ത് ചെയ്യണം? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് നേരിയ വസ്ത്രം കൊണ്ട് മയ്യത്തിനെ മൂടുക. അതേപോലെ തന്നെ കണ്ണുകൾ അടച്ചു കൊടുക്കുക. ധരിച്ച വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ ഇവയൊക്കെ നീക്കം ചെയ്യുക. ഖിബിലക്ക് അഭിമുഖമായി കിടത്തുക. വായ അടച്ച് താടിയും തലയുമൊക്കെ കെട്ടുക. അതേപോലെ തന്നെ അവയവങ്ങളൊക്കെ മയപ്പെടുത്തി കൊടുക്കുക. വയറിന്മേൽ അല്പം ഭാരമുള്ളത് വെക്കുക. കാലുകളുടെ തള്ളവിരടുകൾ കെട്ടുക. അതേപോലെ തന്നെ ദർശനം, അനുവദനീയമായവർ മാത്രം ദർശനം നടത്താം. ബാക്കിയുള്ളവർ ദർശനത്തിൽ നിന്ന് എന്ത് ചെയ്യുക? മയ്യത്തിനെ മറച്ചു വെക്കുക. എല്ലാവർക്കും കാണാൻ പറ്റില്ലല്ലോ. ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഇനി നമുക്ക് കുളിപ്പിക്കലാണ് 4-ാം ഭാഗത്തിൽ സംസാരിക്കുന്നത്. അതിൻ്റെ പ്രാക്ടിക്കൽ 5-ാം ഭാഗത്തിൽ നമ്മളെടുക്കും. കുളിപ്പിക്കലിൻ്റെ ചെറിയൊരു ഭാഗം, കുളിപ്പിക്കാൻ ആവശ്യമായ വസ്തുക്കൾ എന്തൊക്കെയാണ്? കുളിപ്പുര വേണം. കുളിപ്പുര നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടുകളിലൊക്കെ സുലഭമായി പള്ളികളിലും അതേപോലെ തന്നെ മദ്രസകൾ കേന്ദ്രീകരിച്ച്, സംഘടനകൾ കേന്ദ്രീകരിച്ചൊക്കെ കുളിപ്പുരകൾ ഉണ്ടാവും. അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ആവശ്യമായ കുളിപ്പുര സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ കട്ടിൽ, മയ്യത്ത് കുളിപ്പിക്കാൻ ആവശ്യമായ കട്ടിൽ, അതും അതിനോടൊപ്പം സൗകര്യത്തിന് വരുന്നുണ്ട്. പിന്നെ ശുദ്ധമായ വെള്ളം വേണം. അത് നമ്മൾ കരുതി വെക്കണം. ശുദ്ധമായ വെള്ളം കരുതി വെക്കുക. കർപ്പൂരം വേണം. കർപ്പൂരമൊക്കെ നമുക്ക് പിന്നെ ആവശ്യമായ തരത്തിൽ കർപ്പൂരം നമ്മൾ കുളിപ്പിക്കുന്ന വെള്ളത്തിലും ഉപയോഗിക്കും. അതേപോലെ തന്നെ കഫൻ തുണിയും ഉപയോഗിക്കും. അത് പിന്നീട് ഞാൻ പറയും. അപ്പോൾ ആവശ്യമായ കർപ്പൂരങ്ങൾ നമ്മൾ വാങ്ങി വെക്കണം. അതേപോലെ തന്നെ 3 തരം തുണികൾ നമുക്ക് വേണം. അതെന്തിനാണെന്നുള്ളത് പ്രാക്ടിക്കലിൽ ഞാൻ സംസാരിക്കും. അതേപോലെ തന്നെ സോപ്പ് മയ്യത്തിനെ കുളിപ്പിക്കാൻ ആവശ്യമായ സോപ്പ്, പാത്രം, അതേപോലെ തന്നെ മറ്റ് പാത്രങ്ങൾ, ആവശ്യമായ പാത്രങ്ങൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ പിന്നെ ജഗ് പോലെയുള്ള, പാട്ട പോലെയുള്ള, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള കിണ്ടി പോലെയുള്ള അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ വേണം. വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ബക്കറ്റ് വേണം. ഈർക്കിളുകൾ വേണം. കാരണം ചിലപ്പോൾ നഖത്തിനുള്ള ചേറുകൾ, അതേപോലെ തന്നെ പല്ലിൻ്റെ ഉള്ളിൽ, ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി, വൃത്തിയാക്കാൻ വേണ്ടി നമുക്കത് ആവശ്യം വരും. കത്രിക നമുക്ക് ആവശ്യം വരും. അതേപോലെ തന്നെ മയ്യത്തിന് വാർന്നു കൊടുക്കാൻ വേണ്ടി ചീർപ്പ് ആവശ്യം വരും. അതേപോലെ ഇതെല്ലാം തൂക്കിയിടാനോ മറ്റോ പറ്റുമെങ്കിൽ ഒരു അയൽ ഉണ്ടെങ്കിൽ നന്നാവും. പക്ഷേ അത് പുറത്തുള്ള ആളുകൾ സഹായിക്കുകയാണെങ്കിൽ അത് പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ തന്നെ മയ്യത്തിനുമായി ബന്ധപ്പെട്ട, ഉദാഹരണത്തിന് വിസർജനം, മലമൂത്ര വിസർജനമൊക്കെ നടത്തുമല്ലോ, അത് നടത്തിക്കുമല്ലോ നമ്മൾ. ആ സമയത്തുണ്ടാകുന്ന ദുർഗന്ധങ്ങൾ, എല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദുർഗന്ധങ്ങൾ, ഈ ദുർഗന്ധങ്ങളൊക്കെ ഇല്ലാതാക്കാൻ, പുറത്ത് വാസനിക്കാതിരിക്കാൻ വേണ്ടി നല്ല സുഗന്ധം പുകയ്ക്കുക. അതേപോലെ തന്നെ മണ്ണെടുത്ത് വെക്കുക. കാരണം ചിലപ്പോൾ ചില മയ്യത്തുകൾ കുളിപ്പിക്കുന്ന സമയത്ത് എല്ലായിടത്തും വെള്ളം എത്തണമെന്നില്ല. ഇത്തരം സന്ദർഭത്തിൽ ആ മയ്യത്തിനെ തയമം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മണ്ണും സ്വരൂപിച്ച് വെക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായി എടുത്തു വെച്ച് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രാക്ടിക്കലായി ഇതെങ്ങനെ കുളിപ്പിക്കും എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി നമുക്ക് കാണാം. പരമാവധി നമ്മൾ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ ശരിക്കും ഒന്നുകൂടി ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെ PDF ആയിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലോ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴി ഇൻഷാ അല്ലാഹ് ഉണ്ടാകുമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്ക് കുറച്ച് തഹ്ലീൽ ചൊല്ലി ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദന്മാരുടെ അനുസ്മരണത്തിൻ്റെ ഭാഗമായി നമ്മൾ നേരത്തെ തീരുമാനിച്ചതാണ്. തഹ്ലീൽ ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم إلى حضرة حبيبنا المصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير أجمعين وجميع أموات المسلمين وإلى حضرات من ماتوا منا يا رب العالمين. റഹ്മാനും റഹീമുമായ രാജ സയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയതും ഞങ്ങൾ പറഞ്ഞതുമെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. അതൊക്കെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക്, മറ്റു മഹാന്മാരുടെ ഹദറത്തിലേക്ക്, മഹത്തുക്കളുടെ ഹദറത്തിലേക്ക്, പ്രത്യേകിച്ച് ഞങ്ങളെന്ന് അനുസ്മരിക്കുന്ന പാണക്കാട് സാദാത്യങ്ങളുടെ ഹദറത്തിലേക്ക് അതിൻ്റെ സവാബിനെ നീ എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ മദതും ബറക്കത്തും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ, അവരുടെ ദറജകൾ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ദറജകൾ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. ദറജകൾ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. അവരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, സൽവൃത്തരിലും നല്ലവരിലും ശുദ്ധന്മാരിലും ഞങ്ങളെ നീ ആക്കണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ രാജ സയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളെ നീ സച്ചരിതരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന വിശ്വാസികളായി ഞങ്ങളെ നീ മാറ്റണം റഹ്മാനെ. റഹ്മാനും റഹീമായ അല്ലാഹു, ഈമാനിലായി ജീവിച്ച് ഈമാനിലായി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാം നീ നൽകണേ അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാം നീ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും നീ തീർത്ത് റാഹത്തിലാക്കണേ അല്ലാഹുവേ, രോഗങ്ങൾ ശിഫയാക്കണേ ബുദ്ധിമുട്ടുകൾ നീ രക്ഷപ്പെടുത്തണേ ആപത്തുകൾ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ, മനസ്സിന് നീ ശാന്തിയും സമാധാനവും സന്തോഷവും നൽകണേ നീ ആരോഗ്യം നൽകണേ പടച്ചവനെ, ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം നൽകണേ അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് സൗകര്യപ്രദമായ സുരക്ഷിതമായ വീട് നൽകണേ എല്ലാം ഹൈറായ രീതിയിൽ നടത്തണേ റബ്ബേ. പടച്ചവനെ, ഹൈറായ രീതിയിൽ ഞങ്ങൾക്ക് നീ ശരിയാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഇണകളെ കിട്ടാത്തവർക്ക് ഇണകളെ നൽകണേ റഹ്മാനെ. സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് പടച്ചവനെ ബുദ്ധിമുട്ട് നീക്കണേ റബ്ബേ. അല്ലാഹുവേ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പടച്ചവനെ മഹത്തുക്കളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് എല്ലാം നീ റാഹത്തിലാക്കണേ ഞങ്ങളുടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, റമളാൻ ഞങ്ങളുടെ പടിവാതിൽക്കലാണ്. റമളാനിനെ വേണ്ടതുപോലെ സ്വീകരിക്കാനും ഉപയോഗപ്പെടുത്താനും നീ തൗഫീഖ് നൽകണേ റഹ്മാനായ റഹീമുമായ ഞങ്ങളുടെ ഖബറുകൾ നീ സന്തോഷമാക്കണേ അല്ലാഹുവേ, ഞങ്ങളത് മരിച്ചവരുടെ ഖബറുകൾ സന്തോഷമാക്കണേ അല്ലാഹുവേ, മഹത്തുക്കളുടെ ഖബറുകൾ നീ സന്തോഷമാക്കണേ പടച്ചവനെ, അവരോടൊപ്പം ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ برحمتك يا أرحم الراحمين.
وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.